എന്താ സാർ? ഞാൻ UDC കാത്തു നിൽക്കുകയായിരുന്നു. അയ്യോ, എന്നെയോ? കുമാരി പേടിക്കാതെ, എന്റെ സ്വഭാവം അറിയാലോ. ഉത്തരവാദിത്തങ്ങൾ ബാക്കി വന്നാൽ എനിക്ക് ആകെ ഒരു വിഷമം. ഫയലുകളൊക്കെ ഈ ആഴ്ച തന്നെ ശരിയാക്കി അയക്കാം സാർ. ജോലി കൂടുതലും കൊണ്ടാ താമസം വന്നത്. അയ്യേ, ഞാൻ പറഞ്ഞു വന്നത് ബാലന്റെ കാര്യമാ. ഞാനിതെങ്ങനെ അങ്ങോട്ട് പറയണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു സാർ. എന്ത് കാര്യം? കല്യാണത്തിന്റെ. അതെ, അത് തന്നെയാണ് ഞാനും പറഞ്ഞു വന്നത്. ബാലന്റെ കല്യാണം ഞാൻ തീരുമാനിച്ചു. അവന് ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ പിന്നെ ഞാനെന്തിനെതിരെ നിൽക്കണം? മുറപ്പെണ്ണാണെന്ന് പറഞ്ഞപ്പോ എനിക്ക് തീരെ ഇഷ്ടമില്ലായിരുന്നു. പക്ഷെ അവന് ഒരേ വാശി. സാർ, ഈ സാറെന്നുള്ള വിളി നിർത്തണം. മനസ്സിലായില്ല. അവൾ മരിച്ചിട്ട് 10-12 വർഷമായെന്ന് കുമാരിക്ക് അറിയാമല്ലോ. ഇന്നേ വരെ മറ്റൊരു സ്ത്രീയെ കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടില്ല. ഇനി എനിക്ക് പിടിച്ചു നിൽക്കാൻ വയ്യ. ഇനി ഒന്നും പറയണ്ട, എല്ലാം ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. വലിയ ആർഭാടമൊന്നുമില്ലാതെ നമ്മുടെ വിവാഹം അങ്ങ് നടത്താം. എന്താ? ഗുഡ് ഈവനിങ് സാർ. എന്താ ഇവിടെ ചുറ്റിക്കളി? ഒന്നുമില്ല. ആരാ? ആരുമല്ല. അനാഥയാ? എന്നാ തോന്നുന്നു. എന്നാ വിളിക്കാം. എന്താ കൈകൊണ്ടെന്താ? വിളിച്ചതാ. എന്താ വിളിച്ചതാ? കുട്ടിയോട് വരൂ, ഇവിടെ വരൂ, ധൈര്യമായിട്ട് വന്നോളൂ. ഇതാരത്? UDC. UDC-യാ? ഇയാള് മുത്തച്ഛനാ? സ്കൂളിൽ പഠിപ്പിച്ചിട്ടുണ്ടോ? അല്ല, ഓഫീസിലെ. എടോ, തനിക്ക് ഇത്ര പ്രായമായാലോ? മൂത്ത് നരച്ചില്ലേ? റോട്ടിലിട്ട് പെൺകുട്ടികളുടെ ചാടി കളിക്കാ? അല്ല, ഞാൻ ബസ്സിന് വിടാനേ. സാറ് പറയുന്നു. പിന്നിലി കുട്ടി പിടിക്കുന്നു. കുമാരി കേറും. വേണ്ട വേണ്ട വേണ്ട, ഇവിടെ ഇരുന്നാ മതി. ഇരുന്നോളൂ കേട്ടോ. ഇരിക്കൂ. അതിനെന്താ? എവിടെ വീട്? ചവറ.